നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് ഏറ്റവും ഉയർന്ന വ്യക്തിത്വത്തിന്റെ തലത്തിൽ നിന്നാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഏറ്റവും ഉയർന്ന വ്യക്തിത്വത്തിന്റെ തലം യൂണിഫൈഡ് പേഴ്സണാലിറ്റി എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. സ്നേഹം നിറഞ്ഞതും ആനന്ദം നിറഞ്ഞതുമായിരിക്കും. സുഷുപ്തി അവസ്ഥയിൽ ഏറ്റവും സെറ്റിൽഡ് ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നും നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ, ഞാനെന്നുള്ള ഭാവം പ്രകടം ആവുമ്പോൾ, ആ ഒരു കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വരാൻ സാധിക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ദിവസം മെഡിറ്റേഷനിലൂടെ ആരംഭിക്കാം. ഏറ്റവും ഉയർന്ന ആ ഫൈനൽ വേർഷനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സെഷൻ ആരംഭിക്കാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ 1 മണിക്കൂർ വരെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു അനുഭവം മാത്രമേ നേടിയിട്ടുള്ളൂ. എന്താണ് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം? അത് ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് അത് ഡയറിയിൽ റെക്കോർഡ് ചെയ്യും. എത്രത്തോളം ആ ശാന്തത, ആ സ്നേഹം നിറഞ്ഞ ഭാവം നിലനിർത്താൻ സാധിച്ചു, എത്രത്തോളം ആ പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിച്ചു. മനസ്സ് എങ്ങോട്ടെല്ലാമാണ് വ്യതിചരിച്ചത്. ഇപ്പൊ നമ്മൾ 1 മിനിറ്റിന്റെ കുറച്ചധികം മാത്രമേ മെഡിറ്റേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ മനസ്സ് എങ്ങോട്ടെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും. മനസ്സിന്റെ പ്രവണത അതാണ്. മനസ്സിന്റെ പ്രവണത ക്രിയേഷനിലേക്കാണ്. അപ്പൊ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ജീവിതത്തിലെയും അനുഭവം, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്.
അപ്പൊ അവിടേക്കാണ് മനസ്സിന്റെ ആകർഷണം. മനസ്സ് പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്, നമ്മുടെ സെൻസസിലൂടെയാണ്. അപ്പൊ സെൻസസ് നമ്മളെ പുള്ളി ചെയ്യും. സെൻസസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. അപ്പൊ ശരീരം നമ്മളെ അങ്ങോട്ട് വലിക്കും. കാരണം നമ്മൾ ജീവിതം എന്ന് ഇതുവരെ അറിയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ജാഗ്രത അവസ്ഥയിലെ ജീവിതം എന്നാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അവെയർ ആയിട്ട് ജീവിതമാണോ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ പ്രശ്നങ്ങളുടെയും കോലാഹലങ്ങളുടെയും യുദ്ധങ്ങളുടെയും ന്യൂസാണ് നമ്മൾ കാണുക. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യുദ്ധങ്ങളുടെ ചരിത്രം, രാജാക്കന്മാരുടെ ചരിത്രം, പ്രശ്നങ്ങളുടെ ചരിത്രം, മഹാഭാരതം തന്നെ എടുത്തു നോക്കാം, രാമായണം എടുത്തു നോക്കാം. പക്ഷെ അതാണോ യഥാർത്ഥത്തിലുള്ള ചരിത്രം? മഹാത്മാ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിലുള്ള ചരിത്രം എഴുതപ്പെട്ടിട്ടില്ല എന്ന്. അത് എഴുതാൻ പറ്റില്ല. നമ്മളൊരു ദിവസം എടുത്ത് നോക്കൂ, വീട്ടിലെല്ലാം വളരെ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. രാവിലെ എണീക്കുന്നു, നമുക്ക് എല്ലാം റെഡിയാണ്. വെള്ളമുണ്ട്, കറണ്ട് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, ചായ കിട്ടുന്നു, ഭക്ഷണം കിട്ടുന്നു. ഇതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഓർമ്മ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന പ്രായത്തിന് മുമ്പ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സന്തോഷം, അത് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു 4-5 വയസ്സ് കഴിയുമ്പോഴേക്കും ഈഗോ വളരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ചരിത്രം എഴുതാൻ തുടങ്ങുന്നത് തന്നെ ഈ ഞാൻ എന്നുള്ള ഈ ഭാവം മാനിഫെസ്റ്റ് ആയതിനു ശേഷമാണ്. നമ്മളെ അമ്മയുടെ ഗർഭാവസ്ഥയിൽ നമ്മൾ അനുഭവിച്ചതും ജനിച്ച ഉടനെ ഉണ്ടായിട്ടുള്ളതും നമുക്ക് അറിയില്ല. അപ്പൊ ജീവിതത്തിന്റെ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞതാണ് എന്നാണ് മഹാത്മാഗാന്ധിജി പറയുന്നത്. നമ്മുടെ ഫാമിലീസ് നോക്കിയാൽ അറിയാം, ഫാമിലീസിന്റെ സ്വഭാവം തന്നെ നോൺ വയലൻസ് ആണ്, അഹിംസയാണ്. എത്രത്തോളം ഹിംസ ഇവിടെ നടക്കുന്നുണ്ട്? വളരെ 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 കുറവ് തന്നെയാണ്. പക്ഷേ അവിടെ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന അനുഭവം. നമുക്ക് ആ ഉള്ളിലുള്ള യഥാർത്ഥ പ്രസൻസിൽ, എൻ്റെ യഥാർത്ഥ സ്വഭാവമായിട്ടുള്ള പരിപൂർണ സ്നേഹത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും നമ്മുടെ മനസ്സ് താഴേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്യും. വെള്ളം മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ഒഴുകും. അതുപോലെ നമ്മുടെ മനസ്സ് എപ്പോഴും ഇന്ദ്രിയങ്ങളുടെ തലത്തിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ശീലിച്ചത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള മാസ്റ്റർ ആയിട്ടുള്ള മനസ്സിനെ സേവിക്കേണ്ട ഇന്ദ്രിയങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടിയത്, അത് നമ്മൾ നോട്ട് ചെയ്യണം. എനിക്കിരിക്കാൻ കംഫോർട്ട് ഉണ്ടായില്ല, കാല് വേദനിച്ചു, വിശന്നു, കണ്ണുകൾ അടച്ചിരിക്കും പേടി തോന്നി, ശരീരത്തിൽ എവിടെയോ ചൊറിച്ചിലുണ്ടായി. അത് ശരീരത്തിന്റെ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരുപാട് പ്രശ്നം ശരീരത്തിൽ. പിന്നെ അതിന്റെ പുറമെയോ വേറെ അടുക്കളയിലെ പണി ശരിക്കും നടക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചിന്ത, പേപ്പർ വന്നു എന്നുള്ള ചിന്ത, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചിന്ത. അതാണ് നമ്മൾ പുറത്തേക്ക് മാനിഫെസ്റ്റ് ആകുമ്പോൾ ഉള്ള ചിന്തകൾ. പിന്നെ അതിനുശേഷം നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോഴുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള ചിന്തകൾ. ഇത് ഓരോന്നായിട്ട് നമ്മളുടെ ഉള്ളിൽ മാനിഫെസ്റ്റ് ആവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നോട്ട് ചെയ്യണം. കാരണം അവിടെ നമുക്ക് കറക്ഷൻ ആവശ്യമുണ്ട്. കാരണം നമ്മൾ അതിനോട് ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കണ്ടീഷൻ മനസ്സിലാക്കും, അതിനെ കറക്റ്റ് ചെയ്യാം. ഒരു ഉദാഹരണം പറയാം. ഡയബറ്റിസ് ഉള്ള ഒരു വ്യക്തി മെഡിറ്റേഷൻ ചെയ്യാൻ ആലോചിച്ചു, ബലം പിടിച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം.
വിശപ്പ് ഒന്നും ചിന്തിക്കാതെ മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ വിശക്കാൻ തുടങ്ങും. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭക്ഷണത്തിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ആദ്യം ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ചിട്ട് ഇരുന്നാൽ പോരെ. എൻ്റെ ശരീരത്തിൽ വൃത്തി തോന്നുന്നില്ല, ചൊറിയുന്നുണ്ട്, അല്ലെങ്കിൽ കൈകാല് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുളിച്ചിട്ടോ കാലുമോന്ന് കഴുകിയിട്ടോ ഒന്ന് നടന്നിട്ട് ശരീരത്തിനൊരു റിലാക്സേഷൻ ചെയ്തിട്ട് നമ്മൾ മെഡിറ്റേഷൻ ഇരുന്നാൽ പോരെ. അപ്പോൾ ശരീരത്തിൻ്റെ പ്രാധാന്യം അതിന് നമ്മൾ നൽകണം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് കുമാരസംഭവത്തിൽ പരമേശ്വരൻ പാർവതിയോട് പറയുന്നതായിട്ട് കാളിദാസൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തായിട്ടുള്ള വെഹിക്കിളായിട്ടുള്ള ശരീരത്തിനെ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഈ ശരീരം നമ്മുടെ മെഡിറ്റേഷനിൽ കൂടുതൽ ഇന്റർഫിയർ ചെയ്യാതെ നമുക്ക് ശ്രദ്ധിക്കാനാകും എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.